ഹായ് എവരിവൺ, ഏവർക്കും സ്കിൽ റൈനയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ മാസം 15-ാം തീയതി വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അവേഴ്സും സംബന്ധിച്ചിട്ടുള്ള അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത, മറ്റൊന്നുമല്ല, സ്കിൽ റൈനയുടെ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും സ്കിൽ റൈനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന 3 എക്സാംസിൻ്റെയും ACRT, NCRT ടോപ്പിക് ബേസ് ആയിട്ടുള്ള എല്ലാ നോട്ടും നമ്മുടെ സ്കിൽ റൈനോ ആപ്പിൽ അവൈലബിൾ ആണ്. പെർ ഡേ 1 രൂപയാണ് ഇതിന് വരുന്ന ചാർജ്. അപ്പോൾ എല്ലാവരും സ്കിൽ റൈനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കറണ്ട് അവേഴ്സിലോട്ട് നമുക്ക് കടക്കാം. സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കുവാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് പരിശോധനയാണ് ഓപ്പറേഷൻ സൈഹഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഓപ്പറേഷൻ സൈഹഡ് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കുവാൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സൈഹഡ് എന്ന് പറയുന്നത്. സൈബർ സാമ്പത്തിക കുറ്റവാളികൾ തടയുന്നതിനും രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തുന്നതിനും ഇരകൾക്ക് നഷ്ടപ്പെട്ട പണം കണ്ടെത്തി നിയമ നടപടികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കുന്ന കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സൈഹഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കുവാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് പരിശോധനയാണ് ഓപ്പറേഷൻ സൈഹഡ് എന്നുള്ളതും, പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എന്ത്, ഓപ്പറേഷൻ സൈഹഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് 2026 വിന്റർ ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആര് എന്നാണ് അടുത്ത ചോദ്യം. 2026 വിന്റർ ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിനവ് മിത്രയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 2026 വിന്റർ ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനവ് ബിന്ദ്രയാണ്. 2008 ഓഗസ്റ്റിൽ നടന്ന ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിളിംഗ് സ്വർണം നേടിയതോടെ ഒളിമ്പിക്സ് ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് ആര് മാറി, അഭിനവ് ബിന്ദ്ര മാറി എന്നുള്ളതാണ്. അപ്പോൾ 2 ചോദ്യമുണ്ട്. 2026 വിന്റർ ഒളിമ്പിക്സിൽ ദീപശിഖ വാഹകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അഭിനവ് ബിന്ദ്രയാണ്. ഇതുകൂടാതെ തന്നെ ഒളിമ്പിക്സ് ഗെയിമിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനുമായിട്ട് ആര് മാറിയിട്ടുണ്ട്, അഭിനവ് ബിന്ദ്ര മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് വരുന്ന ചോദ്യം 2025 അന്തരിച്ച മലയാളി ഹോക്കി താരം ആര് എന്നുള്ളതാണ്. 2025 അന്തരിച്ച മലയാളി ഹോക്കി താരമാണ് മാനുവൽ ഫെഡറിക് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ 2025 അന്തരിച്ച മലയാളി ഹോക്കി താരമാണ് മാനുവൽ ഫെഡറിക്. അപ്പോൾ മാനുവൽ ഫെഡറിക് ഒരു മലയാളി ഹോക്കി താരമാണ്. കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഒളിമ്പിക്സിൽ സുരേഷ് ബാബു മെമ്മോറിയൽ അവാർഡിന് 2014 മാനുവൽ ഫെഡറിക് അർഹനായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 2013 സമഗ്രമായിട്ടുള്ള സംഭാവനയ്ക്ക് ഒളിമ്പിക്സിൽ സുരേഷ് ബാബു മെമ്മോറിയൽ അവാർഡിന് മാനുവൽ ഫെഡറിക് അർഹനായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുകൂടാതെ 1972 മ്യൂണിച്ചിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗം കൂടിയായിരുന്നു ആര്, മാനുവൽ ഫെഡറിക് എന്ന് പറയുന്നത്. അപ്പോൾ 2025 അന്തരിച്ച മലയാളി ഹോക്കി താരമാണ് മാനുവൽ ഫെഡറിക്. ഇതുകൂടാതെ തന്നെ 2013 അദ്ദേഹത്തിന് സുരേഷ് ബാബു മെമ്മോറിയൽ അവാർഡും കൂടെ ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 1972 മ്യൂണിച്ചിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, മാനുവൽ ഫെഡറിക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 2025 നവംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം ആരെന്നുള്ളതാണ്. അപ്പോൾ 2025 നവംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പാണ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ രോഹൻ ബൊപ്പാണയാണ് 2025 നവംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരം എന്ന് പറയുന്നത്. പ്രധാനമായും ഡബിൾസ് മാച്ചുകളിലാണ് ഇദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നിലവിൽ ലോക ഡബിൾസ് റാങ്കിങ്ങിൽ 10ാം സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ 2025 നവംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം പ്രധാനമായിട്ടും ഡബിൾസ് മാച്ചിലാണ് ഇദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ലോക ഡബിൾസ് റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തിനാണ് ഇദ്ദേഹത്തിനുള്ളത്. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, ഇന്ത്യയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് എതിരായിട്ട് നിന്ന് മത്സരിച്ച റണ്ണറപ്പായിട്ട് വന്നത് ദക്ഷിണാഫ്രിക്കയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ദീപ്തി ശർമ്മയാണ്.
പ്ലെയർ ഓഫ് ദി മാച്ച് ഷെഫാലി വർമ്മയുമാണ്. അപ്പോൾ 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമ്മുടെ ഇന്ത്യയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ICC വനിതാ ലോകകപ്പ് കിരീടം ലഭിക്കുന്നത്. ഇന്ത്യക്ക് ഓപ്പോസിറ്റായിട്ട് മത്സരിച്ച റണ്ണറപ്പായിട്ട് മത്സരിച്ച ടീം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് ദീപ്തി ശർമ്മയെയും പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുത്തത് ഷെഫാലി വർമ്മേനെയുമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള സംസ്ഥാനം ഏത് എന്നുള്ളതാണ്. അപ്പോൾ കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ അതിവിമുക്തമായിട്ടുള്ള അതിദാരിദ്ര്യമായിട്ടുള്ള വിമുക്തമായിട്ടുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, കേരളമാണ്. 2025 നവംബർ മാസം 1-ാം തീയതി കേരള പിറവി ദിനത്തിലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ 2025 നവംബർ മാസം 1-ാം തീയതി കേരള പിറവിയോട് അനുബന്ധിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള സംസ്ഥാനം കേരളമായിട്ട് എന്ത് ചെയ്തത് മാറിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന ചോദ്യം, ഈജിപ്ഷ്യൻ രാജാവായിട്ടുള്ള ഡുണ്ടൻ ഖാമുഖിന്റെ ശവകിരീടം അല്ലെങ്കിൽ ശവകുടീരം പൂർണ്ണമായിട്ടും പ്രദർശിപ്പിച്ച മ്യൂസിയം എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ രാജാവായിട്ടുള്ള ഡുണ്ടൻ ഖാമുഖിന്റെ ശവകിരീടം പൂർണ്ണമായിട്ടും പ്രദർശിപ്പിച്ച മ്യൂസിയമാണ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈജിപ്ഷ്യൻ രാജാവായിട്ടുള്ള ഡുണ്ടൻമാഗിന്റെ ശവകുടീരം പ്രദർശിപ്പിച്ച മ്യൂസിയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയമാണ്. ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം അല്ലെങ്കിൽ GEM എന്നുള്ളതാണ് ഗിസയിലെ പിരമിഡുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് 2 ഉത്തരം ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ രാജാവായിട്ടുള്ള ഡുണ്ടൻ ഖാമുഖിന്റെ ശവകുടീരം പൂർണ്ണമായിട്ടും പ്രദർശിപ്പിച്ച മ്യൂസിയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം ആണ്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവുമാണ് ഏത്, ഗ്രാൻഡ് ഈജിപ്ഷ്യൻ മ്യൂസിയം എന്നുള്ളത്. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം എന്നുള്ളത് മധുരയാണ്. അപ്പോൾ സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമായിട്ട് കണക്കാക്കുന്നത് മധുരയാണ്. മാലിന്യ സംസ്കരണം, പൊതുശുചിത്വം, അപ്പോൾ ശ്രദ്ധിക്കുക, മാലിന്യ സംസ്കരണം, പൊതുശുചിത്വം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. വൃത്തിയില്ലാത്ത നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ തന്നെ ഒന്ന് വരുന്നത് ചെന്നൈയാണ്, രണ്ടാമതായിട്ട് ബാംഗ്ലൂർ വരുന്നുണ്ട്, മൂന്നാമതായിട്ട് ഡൽഹിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ വൃത്തിയില്ലാത്ത നഗരങ്ങളുടെ പട്ടികയിൽ ഒന്ന് ചെന്നൈ ഉണ്ട്, രണ്ടാമതായിട്ട് ബാംഗ്ലൂർ ഉണ്ട്, മൂന്നാമതായിട്ട് ഡൽഹിയും ഉണ്ട്. തുടങ്ങിയ നഗരങ്ങളും ആദ്യ 10-ൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വച്ഛ് സർവേഷനിൽ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം എന്നുള്ളത് മധുരയാണ്. 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത് അരുണ റോയിയാണ്. അപ്പോൾ 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണ റോയിയാണ്. സാമൂഹിക പ്രവർത്തകയും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻസ് സ്ഥാപക പ്രസിഡന്റും കൂടിയിട്ടാണ് ഇവർ. അപ്പോൾ 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ള ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണ റോയിയാണ്. ഇദ്ദേഹം സാമൂഹികമായിട്ടുള്ള പ്രവർത്തകയും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻസ് സ്ഥാപകയുടെ പ്രസിഡന്റും കൂടിയിട്ടാണ് അരുണ റോയ് എന്ന് പറയുന്നത്. KR ഗൗരിയമ്മ ഫെഡറേഷനാണ് ഈ അന്താരാഷ്ട്ര പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2025 KR ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത് അരുണ റോയ് ആണ്. സാമൂഹിക പ്രവർത്തകയും ഇതുകൂടാതെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻസ് സ്ഥാപക പ്രസിഡന്റും കൂടിയിട്ടാണ് അരുണ റോയ് എന്നുള്ളത്. അടുത്തതായിട്ട് വരുന്ന ചോദ്യം, ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി അടുത്തിടെ നിയമിതനായിട്ടുള്ള പ്രമുഖ മലയാളി വ്യവസായി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി അടുത്തിടെ നിയമിതനായിട്ടുള്ള പ്രമുഖ മലയാളി വ്യവസായിയാണ് ഡോക്ടർ പി മുഹമ്മദ് അലി എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പി മുഹമ്മദ് അലിയാണ് ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായിട്ട് നിയമിതനായിട്ടുള്ള പ്രമുഖ മലയാളി വ്യവസായി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒമാനിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ കമ്പനിയായിട്ടുള്ള ഗൾഫാർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്റ്റിംഗ്
SAOGയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും കൂടെയാണ് ഈ ഡോക്ടർ പി മുഹമ്മദ് അലി എന്ന് പറയുന്നത്. അപ്പോൾ ഒമാനിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ കമ്പനിയായിട്ടുള്ള ഗൾഫാർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ട് SAOGയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് ഡോക്ടർ പി മുഹമ്മദ് അലി എന്നുള്ള വ്യക്തി. ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. അപ്പോൾ ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് നവംബർ മാസം 5-ാം തീയതിയാണ്. നവംബർ മാസം 5-ാം തീയതിയാണ് ലോക സുനാമി ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത്. 2015 ഡിസംബറിലാണ് ഐക്യരാഷ്ട്ര സംഘടന UNO, അപ്പോൾ 2015 ഡിസംബറിലാണ് ഐക്യരാഷ്ട്ര സഭ UN ഈ ദിനാചരണം ഔദ്യോഗികമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ചോദ്യമായി ഇപ്പോൾ തന്നെ നിലവിൽ. ലോക സുനാമി ബോധവൽക്കരണ ദിനം നവംബർ മാസം 5-ാം തീയതി. ഇത് എന്നാണ് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2015 ഡിസംബറിൽ UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയാണ്. ഇതുകൂടാതെ സുനാമി സാധ്യതയുള്ള തീരദേശ സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുക, മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത്. മറ്റൊന്നുമല്ല, നവംബർ മാസം 5-ാം തീയതിയാണ് ലോക സുനാമി ബോർഡിൻ്റെ അല്ലെങ്കിൽ സുനാമി ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത്. 2015 ഡിസംബറിലാണ് ഐക്യരാഷ്ട്ര സഭ ഈ ദിനാചരണം ഔദ്യോഗികമായിട്ട് സ്ഥാപിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് തീരദേശ സമൂഹങ്ങളെ എന്ത് ചെയ്യണം, ശക്തിപ്പെടുത്തണം. ഇതുകൂടാതെ മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളും കാര്യക്ഷമമാക്കുക. ഇത്രയും ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ ലോക സുനാമി ബോധവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, കുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്കായി പെൻഷൻ ഫണ്ട് റെഗുലേറ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA അവതരിപ്പിച്ച നിക്ഷേപ പദ്ധതിയാണ് NPS വാത്സല്യ എന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ NP വാത്സല്യ. എന്താണ് NPS വാത്സല്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതിൻ്റെ ഷോർട്ട് ഫോമാണ് PFRDA. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും, PFRDA അവതരിപ്പിച്ച നിക്ഷേപ പദ്ധതിയുടെ പേര് എന്താ എന്നെനിക്ക് ചിലപ്പോൾ ചോദ്യം വരുന്നത്. അപ്പോൾ കുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA അവതരിപ്പിച്ച നിക്ഷേപ പദ്ധതിയാണ് NPS വാത്സല്യ എന്നുള്ളത്. നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൻ്റെ NPSൻ്റെ ഭാഗമായുള്ള ഈ പദ്ധതിയിൽ കുട്ടികൾക്ക് 18 വയസ്സ് തികയുന്നതിന് വരെ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ എന്ത് ചെയ്യാം, ഈ നിക്ഷേപം നടത്താം എന്നുള്ളതാണ്. അപ്പോൾ NPS വാത്സല്യയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നുള്ളത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൻ്റെ, അതായത് NPSൻ്റെ ഭാഗമായുള്ള പദ്ധതിയാണ് ഇത്. ഇതുകൂടാതെ കുട്ടികൾക്ക് 18 വയസ്സ് തികയുന്നത് വരെ ഈ തുക ആർക്ക് നിക്ഷേപിക്കാം, കുട്ടികളുടെ മാതാപിതാക്കൾക്കോ രക്ഷിതാക്കൾക്കോ എന്ത് ചെയ്യാം, ഈ നിക്ഷേപം നടത്താം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെൻഷൻ ഫണ്ട് റെഗുലേറ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA അവതരിപ്പിച്ച നിക്ഷേപ പദ്ധതിയാണ് എന്ത്, NPS വാത്സല്യ എന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം, അടുത്തിടെ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിലെ ഗോഗാബിൽ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നുള്ളതാണ്. അപ്പോൾ അടുത്തിടെ റംസാൻ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിലെ ഗോഗാബിൽ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കതിഹാറാണ്. അപ്പോൾ കതിഹാറാണ് റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിലെ ഗോഗാബിൽ തടാകം. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ഗോഗാബിൽ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്, അത് ബീഹാറിലാണ് സംസ്ഥാനം വരുന്നത്. ആ ബീഹാറിലെ ജില്ലയാണ് കതിഹാർ എന്നുള്ളത്. അപ്പോൾ ഗോഗാബിൽ തടാകം കൂടി ചേർന്നതോടെ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 94 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് 2 ചോദ്യമായിട്ടുണ്ട്. ഒന്ന്, റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിലെ ഗോഗാബിൽ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കതിഹാറാണ്. നിലവിൽ ഇന്ത്യയിൽ ആകെ 94 റംസാർ സൈറ്റുകൾ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ചോദ്യമായിട്ടുണ്ട്. ഇതിന് പുറമെ ഗംഗ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓക്സ്ബോ തടാകവും ഗോഗാബിൽ ഉണ്ട്. ഇതുകൂടാതെ ബീഹാറിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കൂടിയാണ് എന്ത്, ഈ കതിഹാറിലെ ഗോഗാബിൽ തടാകം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്തിടെ റംസാർ പട്ടികയിൽ ഇടം നേടിയ ബീഹാറിലെ ഗോഗാബിൽ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കതിഹാർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോഗാബിൽ തടാകം കൂടി ചേർന്നതോടെ ഇന്ത്യയിൽ ആകെ റംസാൻ സൈറ്റുകളുടെ എണ്ണം 94 അപ്പോൾ ഗംഗ മഹാനദ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓക്സ്ബോ തടാകമാണ് എന്ത്, ഗോഗാബിൽ എന്ന് പറയുന്നത്. ഇത് ബീഹാറിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. അപ്പോൾ
ഗോഗാബിലിനെ പറ്റി 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഓസ്ബോ തടാകവുമാണ്, അതായത് ഗംഗാ മഹാനന്ദ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓസ്ബോ തടാകം കൂടിയിട്ടാണ് എന്ത് ഗോഗാബിൽ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ബീഹാറിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവും കൂടിയിട്ടാണ് എന്ത് ഗോഗാബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗോഗാബിൽ ബീഹാറിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കതിഹാറാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 100% അർബുദ സാക്ഷരത നേടിയ അല്ലെങ്കിൽ 100% അർബുദ സാക്ഷരത നേടുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭയാണ് കോട്ടയ്ക്കൽ നഗരസഭ എന്നുള്ളത്. അപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയാണ് 100% അർബുദ സാക്ഷരത നേടുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ എന്ന് പറയുന്നത്. കേൻ കെയർ ഇന്ത്യ ഫെഡറേഷനും നഗരസഭയും സംയുക്തമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ നേട്ടം കോട്ടയ്ക്കൽ എന്ത് ചെയ്തത് കൈവരിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ 100% അർബുദ സാക്ഷരത നേടുന്ന രാജ്യത്തെ ആദ്യ നഗരസഭയാണ് എന്ത് കോട്ടയ്ക്കൽ നഗരസഭ എന്ന് പറയുന്നത്. കേൻ കെയർ ഇന്ത്യ ഫെഡറേഷനും നഗരസഭയും ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനത്തോട് കൂടിയിട്ടാണ് എന്ത് നേട്ടം വരിച്ചത് ഈ കോട്ടയ്ക്കൽ 100% അർബുദമായിട്ടുള്ള സാക്ഷരത നേടുന്ന രാജ്യത്തെ ആദ്യ നഗരസഭയായിട്ട് മാറിയത്. ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 മെഡൽ ടേബിളിൽ ഒന്നാമതായിട്ട് എത്തിയത് ഏത് രാജ്യം എന്നുള്ളതാണ്. അപ്പോൾ ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 മെഡൽ ടേബിളിൽ ഒന്നാമതായിട്ട് എത്തിയത് ചൈനയാണ്. 2 സ്വർണം ഉൾപ്പെടെ 2 സ്വർണ്ണമാണ്. അപ്പോൾ ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 മെഡൽ ടേബിളിൽ ഒന്നാമതായിട്ടുള്ള ചൈന 2 സ്വർണ്ണമുണ്ട്. 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായിട്ടാണ് എന്ത് ചെയ്തത് ഒന്നാമതായിട്ട് എത്തിയത്. നമ്മുടെ ഇന്ത്യ 5ാം സ്ഥാനത്താണ് അപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 മെഡൽ ടേബിളിൽ ഒന്നാമതായിട്ട് എത്തിയ രാജ്യമാണ് ചൈന. 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായിട്ടാണ് ചൈന ഒന്നാമതായിട്ട് എത്തിയത്. ഇന്ത്യ ഈ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് വരുന്ന അടുത്ത ചോദ്യം. മിയവാക്കി മാതൃകയിൽ സൂക്ഷ്മവനം ഒരുങ്ങുന്നത് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ മിയവാക്കി മാതൃകയിൽ സൂക്ഷ്മവനം ഒരുങ്ങുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനാഞ്ചിറ, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ മിയവാക്കി മാതൃകയിൽ സൂക്ഷ്മവനം ഒരുങ്ങുന്നത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനാഞ്ചിറ, കോഴിക്കോടാണ്. വളരെ ചെറിയ കാലയളവിൽ വനം രൂപീകരിക്കുന്ന പ്രക്രിയയാണ് മിയവാക്കി മാതൃക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നു കാണും, എന്താണ് ഈ മിയവാക്കി എന്നുള്ളത്. അപ്പോൾ എന്താണ് മിയവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ കാലയളവിൽ വനം രൂപീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത് മിയവാക്കി മാതൃക എന്നുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് മിയവാക്കി എന്ന് ഒന്ന് മനസ്സിലൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. വളരെ ചെറിയ കാലയളവിൽ എന്ത് ചെയ്യും വനം രൂപീകരിക്കുന്ന പ്രക്രിയയാണ് മിയവാക്കി മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ മിയവാക്കി മാതൃകയിൽ സൂക്ഷ്മവനം ഒരുങ്ങുന്നത് ആദ്യമായിട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിലെ മാനാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നഗരത്തിനെ കാർബൺ രഹിതമാക്കുകയാണ് ഈ മാതൃകയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിന് 3 ഉത്തരമായിട്ടുണ്ട്. എന്താണ് മിയവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ കാലയളവിൽ വനം രൂപീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത് മിയവാക്കി മാതൃക എന്നുള്ളത്. ഈ മിയവാക്കി മാതൃകയിൽ ആദ്യമായിട്ട് ഒരുങ്ങുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ മിയവാക്കിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നഗരത്തിനെ എന്ത് ചെയ്യുക, നഗരത്തിനെ കാർബൺ രഹിതമാക്കുക എന്നുള്ളതാണ് ഈ മിയവാക്കിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളം ജില്ലയിലെ പാലക്കാടിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സംസ്ഥാനമായിട്ടുള്ള ശാസ്ത്രം, പിന്നെ കായികം, ഇത്തരത്തിലുള്ള കല, എന്ത് തരത്തിലുള്ള വേദികൾ വന്നാലും കൂടുതലായിട്ടും അത് പാലക്കാടിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണ്. 64ാമതായിട്ടാണ് കേരള കലോത്സവം നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂറാണ്. അപ്പോൾ 2 ചോദ്യമായിട്ടുണ്ട്. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടാണ്. 64ാമതായിട്ടുള്ള സ്കൂൾ കലോത്സവം നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂറാണ്. ഈ 2025 കായികമേള നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കായികമേള. അപ്പോൾ 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി പാലക്കാടാണ്. ഇപ്പോൾ എത്രാമത്തെ സ്കൂൾ കലോത്സവമാണ് തൃശ്ശൂരിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 64ാമതായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ 64ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത് തൃശ്ശൂരിലാണ്. ഇപ്പോൾ 2025 കായികമേള നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രമാണ്.
അല്ലെങ്കിൽ തിരുവനന്തപുരമാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്രമായിട്ടുള്ള ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സംസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡിലാണ്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, നരേന്ദ്രമോദിയാണ്. ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഛത്തീസ്ഗഡിലാണ്. ഈ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഗോത്രവർഗ്ഗക്കാരുടെ പൈതൃകം ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനായിട്ട് ആരംഭിച്ച മ്യൂസിയമാണ് ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും 3 ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഛത്തീസ്ഗഡിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത വ്യക്തി നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് ഗോത്രവർഗ്ഗക്കാരുടെ പൈതൃകം ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ചതാണ് ഏത് സംഘടന? ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം എന്നുള്ളത്. അടുത്തിടെ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം മാലിദ്വീപാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്തിടെ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപാണ്. അപ്പോൾ മാലിദ്വീപാണ് പുകയില നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യം. 2007 ജനുവരിയിൽ ജനിച്ചവരോ അതിനുശേഷം ജനിച്ചവർക്കോ ആണ് ഈ നിയമം ഏർപ്പെടുത്തിയത്. അപ്പോൾ നല്ലൊരു ടിസ്റ്റാണ്. അപ്പോൾ പുകയില നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപാണ്. 2007 ജനുവരിയിൽ ജനിച്ചവരോ അതിനുശേഷം, അതായത് 2007 ശേഷം 2008 2009, അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ, ഇപ്പോൾ 2007 ജനുവരിയിൽ ജനിച്ചവരോ അതിനുശേഷം ജനിച്ചവർക്കോ ആണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ മാലിദ്വീപാണ് ഈ അടുത്തിടയ്ക്ക് പുകയില നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള രാജ്യം. 2007 ജനുവരിയിൽ ജനിച്ചവരോ അതിനുശേഷം ജനിച്ചവർക്കോ ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രായഘട്ടത്തിലുള്ളവർക്ക്, അതായത് 2007 ജനിച്ചവർക്ക് ശേഷം അവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, 2025 നവംബറിൽ അന്തരിച്ച അമേരിക്കൻ മോളിക്യുലർ ബയോളജിസ്റ്റും ജനിതക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള വ്യക്തിയാണ് ജെയിംസ് ഡെവി വാട്സൺ എന്ന് പറയുന്നത്. അപ്പോൾ 2025, അപ്പോൾ ഇതും നമ്മുടെ ഈ മാസത്തെ തന്നെയാണ്, 2025 നവംബറിൽ അന്തരിച്ച അമേരിക്കൻ മോളിക്യുലർ ബയോളജിസ്റ്റും ജനിതക ശാസ്ത്രജ്ഞനുമായിട്ടുള്ള വ്യക്തിയാണ് ജെയിംസ് ഡേവി വാട്സൺ എന്ന് പറയുന്നത്. എല്ലാം ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ 1951 DNA ഡബിൾ ഹെലിക്സ് എന്ന ഘടന കണ്ടുപിടിച്ച വ്യക്തിയുമാണ് ജെയിംസ് ഡെവി വാട്സൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 1962 നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും 3 ചോദ്യം വരുന്നുണ്ട്. 2025 നവംബറിൽ അന്തരിച്ച അമേരിക്കൻ മോളിക്യുലർ ബയോളജിസ്റ്റും ജനിതക ശാസ്ത്രജ്ഞനുമാണ് ജെയിംസ് ഡെവി വാട്സൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജെയിംസ് ഡെവി വാട്സൺ ഏത് സ്ഥലത്തെ മോളിക്യുലർ ബയോളജിസ്റ്റും ജനിതക ശാസ്ത്രജ്ഞനും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അമേരിക്കക്കാരനാണ്. 1953 DNA ഡബിൾ ഹെലിക്സ് എന്ന ഘടന കണ്ടുപിടിച്ച വ്യക്തിയുമാണ് ജെയിംസ് ഡെവി വാട്സൺ. 1962 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്? നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം, അടുത്തിടെ IUCN നല്ലത് എന്ന് റേറ്റ് ചെയ്ത ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റ്. നല്ലൊരു ചോദ്യമാണ്. അടുത്തിടെ IUCN അല്ലെങ്കിൽ നല്ലത് എന്ന് റേറ്റ് ചെയ്ത ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം എന്നുള്ളത്. അപ്പോൾ കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനമാണ് അടുത്തിടെ IUCN നല്ലത് എന്ന് റേറ്റ് ചെയ്ത ഇന്ത്യൻ ഹെറിറ്റേജ്. അപ്പോൾ ഇതുകൂടാതെ IUCNൻ്റെ ഫുൾ ഫോമും കൂടെ നമ്മൾ പഠിച്ചിരിക്കുക. നാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പോൾ എന്താണ് IUCNൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് IUCNൻ്റെ ഫുൾ ഫോം എന്നുള്ളത്. അപ്പോൾ IUCN അല്ലെങ്കിൽ നല്ലത് എന്ന് റേറ്റ് ചെയ്ത ഇന്ത്യൻ ഹെറിറ്റേജ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. അപ്പോഴൊക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ആരംഭിച്ച പരിശോധന. അപ്പോൾ കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ രക്ഷിത എന്നുള്ളത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവെക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കർശനമായിട്ടും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനുകളിലും കർശനമായിട്ടും നിരോധിച്ചു കൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്നത്. കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ആരംഭിച്ച പരിശോധനയാണ് എന്ത്, ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അടുത്തിടെ വികസിപ്പിച്ച നെല്ലിനം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം, മാങ്കൊമ്പ് എന്ന് പറയുന്ന ഒരു നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അടുത്തിടെ വികസിപ്പിച്ച പുതിയ നെല്ലിനമാണ് ആദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യയാണ് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അടുത്തിടെ വികസിപ്പിച്ച ഒരു പുതിയ നെല്ലിനം അല്ലെങ്കിൽ നെല്ല് വിത്തിനം എന്ന് പറയുന്നത്. ഉമ, തവളക്കണ്ണൻ എന്നീ വിത്തിനങ്ങൾ ചേർത്താണ് ആദ്യ എന്ന ഈ സങ്കര ഇനത്തെ വികസിപ്പിച്ചത്. അപ്പോൾ 2 ചോദ്യമായിട്ടുണ്ട്. ഒന്ന്, മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം അടുത്തിടെ വികസിപ്പിച്ച നെല്ലിനമാണ് ആദ്യ. അപ്പോൾ ആദ്യ എന്ന വിത്തിനം എങ്ങനെയാണ് വികസിപ്പിച്ചെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഉമ, തവളക്കണ്ണൻ എന്നീ വിത്തിനങ്ങൾ ചേർന്നാണ് ആദ്യ എന്ന സങ്കര ഇനം വികസിപ്പിച്ചെടുത്തത്. ആദ്യയുടെ മുഴുവൻ പേര് എന്ന് പറയുന്നത് KAU ആദ്യ. എൻ്റെ ഷോർട്ടാണ് MO24 എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യയുടെ മുഴുവൻ പേരാണ് KAU ആദ്യ, ബ്രാക്കറ്റിൽ MO24 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അടുത്തിടെ ചൈന തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ. അപ്പോൾ അടുത്തിടെ ചൈന തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുജിയാനാണ് ചൈന തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലെന്ന് പറയുന്ന ചൈനയുടെ മൂന്നാമത്തെയും പൂർണ്ണമായി തദ്ദേശവൽക്കരിച്ച് രൂപകൽപ്പന ചെയ്ത നിർമ്മിക്കപ്പെട്ട ആദ്യത്തേതുമായിട്ടുള്ള വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ചോദ്യമുണ്ട്. ഒന്ന്, നമ്മുടെ ചൈന തദ്ദേശീയമായിട്ട് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ എന്ന് പറയുന്നത്. ഇത് ചൈനയുടെ മൂന്നാമത്തെയും പൂർണ്ണമായിട്ടും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത നിർമ്മിക്കപ്പെടുന്ന ആദ്യത്തേതുമായിട്ടുള്ള വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചൈന തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയ രാജ്യം. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയ രാജ്യമാണ് സ്വീഡൻ. അപ്പോൾ സ്വീഡനാണ് ലോകത്തിലെ ആദ്യമായിട്ട് ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറിയ രാജ്യം. 2000-ന്റെ തുടക്കത്തിൽ തന്നെ കറൻസി നോട്ടുകൾ ഉപയോഗിക്കാതെയുള്ള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള യാത്രയാണ് സ്വീഡൻ ആരംഭിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2000-ന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തു, കറൻസി നോട്ടുകൾ ഉപയോഗിക്കാതെയുള്ള സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള യാത്രയാണ് സ്വീഡൻ ആരംഭിച്ചത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ടുള്ള രാജ്യമാണ് ഏത്, സ്വീഡൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീരിലെ കുപ്വാറിൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടി ഏത് എന്നുള്ളതാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ കുപ്വാറിൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ പിമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാശ്മീരിലെ കുപ്വാറിൽ അടുത്തിടെ നടത്തിയ സൈനികമായിട്ടുള്ളൊരു നടപടി നീക്കമാണ് ഏത്, ഓപ്പറേഷൻ പിമ്പിൾ എന്ന് പറയുന്നത്. കേരൻ സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ തുടർന്നാണ് ഓപ്പറേഷൻ പിമ്പിൾ എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റുമുട്ടൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ പിമ്പിൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരൻ സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ തുടർന്നാണ് ഓപ്പറേഷൻ പിമ്പിൾ എന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. അപ്പോൾ ജമ്മു കാശ്മീരിലെ കുപ്വാറിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പിമ്പിൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ പിമ്പിൾ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരൻ സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ തുടർന്നാണ് എന്ത് വരുന്നത്, ഓപ്പറേഷൻ പിമ്പിൾ എന്ത് വരുന്നത്, അതുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാകുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം,
കരയിലും കടലിലും ആകാശത്തും സ്വയം നിയന്ത്രിത ഓട്ടോണമസ് വാഹനങ്ങളുമായി കുതിപ്പിനൊരുങ്ങുന്ന രാജ്യമാണ് അബുദാബി എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. കരയിലും കടലിലും ആകാശത്തും സ്വയം നിയന്ത്രണം, അതായത് ഓട്ടോണമസ് വാഹനങ്ങളുമായി കുതിപ്പിനൊരുങ്ങുന്ന രാജ്യമാണ് അബുദാബി എന്ന് പറയുന്നത്. അപ്പോൾ അബുദാബിയാണ് കരയിലും കടലിലും രാജ്യത്തും സ്വയം നിയന്ത്രിതമായിട്ടുള്ള ഓട്ടോണമസ് വാഹനങ്ങളുമായി ആദ്യമായിട്ട് ഒരുങ്ങുന്ന രാജ്യം. 2026 എല്ലാ മേഖലകളിലും എന്ത് ചെയ്യും? ഡ്രൈവറില്ലാ വാഹനങ്ങൾ വിന്യസിപ്പിക്കുന്നതിന് വരവറിയിച്ചുകൊണ്ട് യാസ് ഐലൻഡിലെ യാസ് മറീന സർക്യൂട്ടിൽ നടക്കുന്ന ഓട്ടോണമസ് വീക്കിലാണ് ഇത്തരം വാഹനങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ്. കരയിലും കടലിലും ആകാശത്തും സ്വയം നിയന്ത്രിതമായിട്ടുള്ള ഓട്ടോണമസ് വാഹനങ്ങളുമായി കുതിപ്പിനൊരുങ്ങുന്ന രാജ്യമാണ് അബുദാബി. 2026 എല്ലാ മേഖലകളിലും ഡ്രൈവറില്ലാ വാഹനങ്ങൾ വിന്യസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യാസ് ഐലൻഡിലെ യാസ് മറീന സർക്യൂട്ടിൽ നടക്കുന്ന ഓട്ടോണമസ് വീക്കിലാണ് ഇത്തരം വാഹനങ്ങൾ എന്ത് ചെയ്യുന്നത്? പുറത്തിറക്കുന്നത്. അപ്പോൾ ഓട്ടോണമസ് വാഹനങ്ങളുമായി കുതിക്കാനൊരുങ്ങുന്ന രാജ്യമാണ് ഏത്? ആദ്യമായിട്ട് കരയിലും കടലിലും ആകാശത്തും സ്വയം നിയന്ത്രിത ഓട്ടോണമസ് വാഹനങ്ങൾ കുതിപ്പിനൊരുങ്ങുന്നതാണ് ഇവിടെ അബുദാബി എന്ന് പറയുന്ന രാജ്യത്ത്. അപ്പോൾ അടുത്ത ചോദ്യം, പ്രൊജക്റ്റ് ചീറ്റയുടെ ഭാഗമായി 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം. അപ്പോൾ പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്ന രാജ്യമാണ് ബോട്സ്വാന. അപ്പോൾ ബോട്സ്വാനയാണ് പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്നത്. ഈ വർഷം ഡിസംബറോടെ നമീബിയയിൽ നിന്നും ബോട്സ്വാനയിൽ നിന്നുമായി 8 മുതൽ 10 വരെ ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്ന രാജ്യമാണ് ബോട്സ്വാന. ഈ വർഷം ഡിസംബറോട് കൂടിയിട്ട് തന്നെ നമീബിയയിലും നിന്നും ബോട്സ്വാനയിൽ നിന്നുമായിട്ടാണ് 8 മുതൽ 10 വരെയുള്ള ചീറ്റകൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ അടുത്ത് അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നവംബറിൻ്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ അടുത്തിടെ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് സാലുമരദ തിമക്ക എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സാലുമരദ തിമക്കയാണ് അടുത്തിടെ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തക എന്നുള്ളത്. ഇദ്ദേഹം കർണാടക സ്വദേശിനിയായിട്ടുള്ള ഇവർ തണൽ മരങ്ങളുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2 ചോദ്യമുണ്ട്. അപ്പോൾ തണൽ മരങ്ങളുടെ അമ്മ, കർണാടക സ്വദേശിയായിട്ടുള്ള ഇവർ തണൽ മരങ്ങളുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തണൽ മരങ്ങളുടെ അമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് സാലുമരദ തിമക്ക. ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ അടുത്തിടെ അന്തരിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. അപ്പോൾ അടുത്തായിട്ട് വരുന്ന ചോദ്യം, വ്യക്തിവിവര സുരക്ഷാ ബോർഡിൻ്റെ ആസ്ഥാനം. അപ്പോൾ വ്യക്തിവിവര സുരക്ഷാ ബോർഡിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ 15-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ചോദ്യമാണിത്. വ്യക്തിവിവര സുരക്ഷാ ബോർഡിൻ്റെ ആസ്ഥാനമാണ് ഡൽഹി. അതിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 പേരാണ്. അപ്പോൾ വ്യക്തിവിവര സുരക്ഷാ ബോർഡിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. അംഗങ്ങളുടെ എണ്ണം ടോട്ടലായിട്ട് പറഞ്ഞാൽ 4 പേരാണ്. സിവിൽ കോടതിക്ക് തുല്യമായിട്ടുള്ള അധികാരം വ്യക്തിവിവര ബോർഡിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും 3 ചോദ്യം വരുന്നുണ്ട്. വ്യക്തിവിവര സുരക്ഷാ ബോർഡിൻ്റെ ആസ്ഥാനമാണ് ഡൽഹി. അതിലെ അംഗങ്ങളുടെ എണ്ണം 4 സിവിൽ കോടതിയുടെ തുല്യമായിട്ടുള്ള അധികാരം ആർക്ക് ലഭിക്കുന്നുണ്ട്? വ്യക്തിവിവര സുരക്ഷാ ബോർഡിനും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ ഇതുവരെയായിട്ടും നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ മാസം 15-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള അനുബന്ധ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ റെഫർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പം ഡെയിലി ആയിട്ട് എടുക്കുന്ന വെച്ചാൽ വീക്കിലി ബേസിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഒരു മാസത്തിൽ നമ്മൾ 2 കറണ്ട് അഫയേഴ്സ് നമ്മളിപ്പോൾ സ്കിൽ ട്രെയിനിലൊന്ന് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നവംബർ മാസം 16-ാം തീയതി മുതൽ നവംബർ മാസം 30-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് അടുത്ത് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. പിന്നെ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാം ഇന്ന് തന്നെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഓരോ ദിവസം ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി.